ഹലോ. അപ്പൊ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അതേ നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണി 8:30 ആയപ്പോഴാണ് എണീറ്റ്. നമുക്കിന്ന് വേറെ ഒരു വലിയ എവിടേക്കും പോവാനൊന്നുമില്ലല്ലോ. അപ്പൊ ദേ എന്റെ കൂടെ സുക്രു ഉണ്ട്. സുക്രുവിന് അപ്പൊ ദേ രാവിലെ തന്നെ ഞാൻ പല്ലേക്കാൻ കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴായി പിന്നെ അവൻ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തേക്കാറുണ്ട്. ഉള്ളിലോട്ടൊന്നും ഇറക്കാറില്ല. അപ്പൊ ഞാൻ തേച്ചോളാൻ പറയും. അങ്ങനെ ദേ അവനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേക്കാനായിട്ട്. പക്ഷെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വൃത്തിയാവാത്തത് കൊണ്ട് തന്നെ ഞാനും കൂടെ തേപ്പിച്ചിട്ടാണ് കേട്ടോ തേക്കുന്നത്. പിന്നെ ഭാഗ്യത്തിന് തുമ്പിമോൾ ഇപ്പൊ എണീറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം പണികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു. അപ്പൊ ദേ സുക്രുവിന് ഞാന് രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിസ്ക്കറ്റ് അത്ര നല്ലതല്ല എങ്കിലും സുക്രു തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ് കേട്ടോ. അപ്പൊ ദേ മാൽക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു സംഭവം ഇല്ല, എല്ലാവരും തിന്നിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളും എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പൊ ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആണ്, ചീസിന്റെ ഒക്കെ ഒരു ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്കറിയില്ല ഇതിന്റെ ടേസ്റ്റ് എന്താണ്. നമ്മുടെ അമിതാഭ് ബച്ചന്റെ ഒക്കെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതാണ് എനിക്ക് 2 ദിവസം മുന്നേ എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ്. ഒരു സാമ്പിൾ പാക്കറ്റ് ആണ് വാങ്ങിച്ചതിന്. ഒരു പാക്കറ്റിന് 5 രൂപയാണ് കേട്ടോ. പക്ഷെ കിട്ടില്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആരെങ്കിലും വാങ്ങിക്കാത്തുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ആ ഒരു ചീസിന്റെയും. അധികം മധുരം ഒന്നുമില്ല കേട്ടോ. സോറി, നമ്മുടെ അപ്പുറത്തെ ബസ്സൊക്കെ പോണതിന്റെ ഒരു സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാത്തന്നെ വാങ്ങിച്ചോളൂട്ടോ, നല്ലതാണ്. അപ്പൊ ഞാന് അടുക്കളയിൽ കയറി ആദ്യം തന്നെ ചെയ്യുന്നത് കുക്കറിൽ ചോറിടാന്നുള്ളതാണ്. അപ്പൊ അത് അവിടെ ഇരുന്ന് വെന്തോളൂല്ലോ. അങ്ങനെ ചോറിട്ടോണ്ടിരിക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയാലോ ഞാൻ കുക്കറിലാണ് ഇടുന്നത്. കുക്കറിൽ ഇടുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് തിന്നാനായിട്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദ്രവിച്ച പോലെ ഇരിക്കുന്ന ചോറ് എനിക്ക് ഇഷ്ടമല്ല. കുക്കറിലാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ലേ. പലർക്കും പല ഒരു ടൈപ്പ് ആയിരിക്കും. എനിക്ക് കുക്കറിലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചോണ്ടാണ് ട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തുണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനാണ്. നമ്മൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവൂല കേട്ടോ. അപ്പൊ ഞാൻ കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ പാൽ ചായ ഉണ്ടോ ഞാൻ തിളപ്പിച്ചത്, പാല് പിരിഞ്ഞു പോയി. നമ്മ ഒരു പാക്കറ്റ് പാൽ ഏകദേശം ഒരു 3 ദിവസം എടുക്കും. നമുക്ക് 2 പേർക്കും കട്ടിയുള്ള ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പാൽ എടുക്കുള്ളൂ കേട്ടാ. പക്ഷെ എന്താണാവോ, 3-മത്തെ ദിവസമായി ഇന്ന്. അപ്പൊ പാല് ചീത്തായിപ്പോയി. അപ്പൊ ഞാൻ കട്ടൻ ചായ കുടിച്ചു. എനിക്ക് വലിയ കുഴപ്പമില്ല കട്ടൻ ചായ. പക്ഷെ സൂചേട്ടന് എന്തായാലും പാൽ ചായ നിർബന്ധമായിരുന്നു. അപ്പൊ എനിക്ക് പാല് പിരിഞ്ഞു പോയപ്പോ ഭയങ്കര വിഷമായി. പിന്നെ ഞാൻ പോയി മേടിക്കാന്ന് വിചാരിച്ചപ്പോ പിന്നെ എനിക്ക് മടിയായി. പുറത്ത് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് മടിയായി. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ബ്രെഡും കൂടെ കൂട്ടി തിന്നാണ്. ബ്രെഡ് വിമ്പീസ് എന്നാണ് ട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഭയങ്കര ഹാർഡായ പോലത്തെ ബ്രെഡായി തോന്നി. വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മോഡേണിന്റെ ബ്രെഡാ കൂടുതൽ ഇഷ്ടം. മോഡേണിന്റെ അടിപൊളി ബ്രെഡാണ്. പക്ഷെ വിമ്പീസിന്റെ നല്ല ബ്രെഡ് ആയിരുന്നു. പക്ഷെ എന്തോ എനിക്കിപ്പോ ഇഷ്ടമില്ല. ഗർഭിണിയായ സമയത്ത് ഞാൻ മിക്കപ്പോഴും ഈ ഒരു ബ്രെഡ് തിന്നാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് തിന്നോണ്ടായിരിക്കണം ഇന്ന് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല. അപ്പൊ നമ്മുടെ ചോറൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്കൊരു സിക്സ്ത് സെൻസ് കിട്ടി. എന്തുണ്ടാക്കണം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുറപ്പിച്ചു വെച്ചു. ചപ്പാത്തിയും പരിപ്പറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതാകുമ്പോ സുചേട്ടന് ഇഷ്ടമാണ്. അങ്ങനെ നമ്മള് ചപ്പാത്തിയും പരിപ്പറിയും ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അതേ പരിപ്പൊക്കെ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വേവിക്കാനൊക്കെ വെച്ചിട്ടാ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വിസില് വന്നു. ഞാന് കുറെ അരി ഇടുകയാണെങ്കിൽ 2 ഗ്ലാസ് അരി ഇടുകയാണെങ്കിൽ 4 വിസിലും, കുറച്ച് അരി ഇടുകയാണെങ്കിൽ ഒരു 5-6 വിസിലും കൊടുക്കാറുണ്ട് കേട്ടോ. ചില കുക്കർ പലതും പല പോലെ ആയിരിക്കും. എനിക്ക് ഇത്രയും വിസിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഇത് പരിപ്പിട്ടിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും, അല്ലെങ്കിൽ പരിപ്പ് പത പോലെ ഇങ്ങനെ മുകളിലോട്ട് പൊന്തും കേട്ടോ. അപ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവൂല കേട്ടോ. ഞാൻ ഇതൊക്കെ ചെയ്യാണ്. പക്ഷെ എല്ലാതും ഒരു മങ്ങിയ രീതിയിലാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് എന്തോ ഞാന് കഴിഞ്ഞ വീഡിയോയിൽ പറയാം, എനിക്കൊരു സുഖം ഉണ്ടായില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വലിയ സുഖമില്ല. എന്തേലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താന്നറിയില്ല. അപ്പൊ സുധിച്ചേട്ടനോട് പറയണ, നീ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ട, ഭക്ഷണത്തിന്റെ മാത്രം ഇട്ടാ മതി. പക്ഷെ അതിലോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഇട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വയ്യാണ്ടാവണേന്ന് അതിൽ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എങ്കിലും ഞാന് അങ്ങനെ അത് കുറക്കാന്ന് വിചാരിക്കുന്നു കേട്ടാ. അപ്പൊ നമ്മള് കെറ്റിലില് വെള്ളം ചൂടാക്കാന്ന് അല്ല സോറി കെറ്റിലില് വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആവും. ഗ്യാസ് വളരെയധികം ലാഭിക്കാം. ഇപ്പൊ ഗ്യാസിന് ഭയങ്കര വില അല്ലേ.
ഒരു രക്ഷയില്ല. എങ്ങനെയും ജീവിക്കുമല്ലേ. പച്ചക്കറിക്കും മീനും ഒക്കെ ഭയങ്കര വിലയാണ്. ചാളക്ക് തന്നെ ആളെ കൊല്ലണ വിലയാണ്. 300 രൂപയോ 320 രൂപയൊക്കെ ചാളക്കിന്റെ. പച്ചക്കറിക്കും അതേപോലെ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഞാൻ ചപ്പാത്തി നൈസായിട്ട് ഇങ്ങനെ കുറച്ച് അല്ല പരത്തിക്കൊണ്ടിരിക്കാണ് കേട്ടോ. നല്ല ചപ്പാത്തി പലകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഏത് പരത്താൻ അറിയാത്ത ആൾക്കും പരത്തും. അത്രക്ക് അടിപൊളി ചപ്പാത്തി പലക എനിക്ക് ഇഷ്ടമായി. എന്റെ ചപ്പാത്തിര ഇങ്ങനെ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, എനിക്ക് കറക്റ്റ് വട്ടമൊന്നും കിട്ടാറില്ല കേട്ടോ. ഇതെന്റെ മാക്സിമം ആണ് ഇത്രയും വട്ടം, അല്ലെങ്കിൽ സ്ക്വയർ ആണ് കിട്ടാറ്. അങ്ങനത്തെ ഓരോന്നായിട്ട് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ, പക്ഷെ നെയ്യ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് കഴിയാറായിട്ട് ഇനി കുറച്ചേശ്ശെ മേടിക്കണം. സുചേട്ടൻ എണീറ്റിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർന്നു പോയി. പിന്നെ എന്റെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ ഞാൻ ചെയ്തു. ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തതും ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെയുണ്ട്. ഞാൻ എന്ത് പണി ചെയ്യണ്ടെങ്കിൽ ആ ഒരു പണിയിലായിരിക്കൂല മിക്കപ്പോഴും എന്റെ ശ്രദ്ധ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ പണി ചെയ്യുന്നത് നമ്മ അറിയത്തു പോലുമില്ല. അപ്പൊ അതേ പരിപ്പറിക്കുള്ള ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ഒന്ന് നേരത്തെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പണി ഉണ്ടാവൂലായിരുന്നു. ഇത് കണ്ടില്ലേ, വെളിച്ചെണ്ണയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. അപ്പൊ എന്തായാലും സൂചേട്ടനെ പറഞ്ഞയച്ചേ പറ്റൂ. അപ്പോ ഞാനിപ്പോ കടയിൽ പോകാൻ പറയുമ്പോഴും സുധി പറയും, ഇത്തിരി നേരത്തെ ഞാൻ എപ്പോഴും കടയിൽ പോകുമ്പോൾ നിനക്ക് ഒരുമിച്ച് പറഞ്ഞൂടെ. സത്യമാണ്, അത് ഒരുമിച്ച് പറയാൻ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോകും. അപ്പൊ അതേ സുക്രു നമ്മുടെ ബാലവീർ കണ്ടോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മുടെ താരറാണി എണീറ്റിട്ടുണ്ട്, തുമ്പിക്കുട്ടി. അങ്ങനെ ദേ ചേട്ടൻ അനിയത്തിയും കൂടെ കളിച്ചോണ്ടിരിക്കാണ് കേട്ടാ. തുമ്പി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് അവളെ ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ കടിച്ചു തിന്നാൻ തോന്നും. ഇങ്ങനെ ഉമ്മ വെച്ചും ആ കൊച്ചിന് മതിയാവും. അങ്ങനെ എനിക്ക് കേട്ടാ. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, കൊച്ചുങ്ങളോട് ഒരു പ്രത്യേക ഇതല്ലേ. അങ്ങനത്തെ നമ്മുടെ പരിപ്പ് കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ എന്റെ അടുക്കള കണ്ടാ ഞെട്ടും. ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂട് ഒരു ഇത്തിരി ആറിയിട്ട് വേണം മൂടി വെക്കാനായിട്ട്. ഇനി തുമ്പിനായിട്ടുള്ള ഒരു ഗുസ്തി പിടുത്തമാണ് കേട്ടോ ഞാൻ. അപ്പൊ അതിന്റെ ഇടക്ക് നമ്മള് പുറത്തൊക്കെ പോകുന്നുണ്ട്. സൂചേട്ടൻ അതിന്റെ ഇടക്ക് പോത്തിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. എപ്പോഴും പോത്തിന്റെ കാര്യം കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ നോക്കി ഏകദേശം ഒരു മഴച്ചാറ്റിലും പ്രകൃതി വലിയൊരു സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. നമ്മള് വെയിലുള്ളപ്പോ നമ്മൾ വിചാരിക്കും മഴ പെയ്താൽ മതിയെന്ന്, മഴ ഉള്ളപ്പോ നമ്മൾ വിചാരിക്കും വെയിൽ മതിയെന്ന്. അത് നമ്മുടെ എല്ലാവരുടെ ഒരു പ്രത്യേകതയാണ്. ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചാന്ന് തോന്നുന്നല്ലേ. അപ്പൊ അതേ തുമ്പിനെ ഏകദേശം അവിടെയൊക്കെ ഞാൻ ഒതുക്കി നിർത്തി. സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അതേ പാത്രമൊക്കെ കഴുകി വെക്കാണ് കേട്ടാ. എന്റെ കട്ടിംഗ് ബോർഡ് ദേ അറ്റം ഇങ്ങനത്തെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അങ്ങനെ വരാറുണ്ടോ? അപ്പൊ ദേ ഓരോ പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി വെക്കാണ്. പാത്രം അപ്പൊ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു കൂമ്പാരം പോലെ ഇരിക്കും. പിന്നെ അത് കഴുകി വെക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ദേ നമുക്ക് കുറച്ച് ചെമ്മീനും ഉണ്ട്. അതേപോലെ തന്നെ നമ്മള് അന്ന് ചാള മേടിച്ചപ്പോൾ കുറച്ച് ചാള പലിമീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി നമ്മൾ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് വലിയ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ സുച്ചേട്ടനോട് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പണിയോട് പണിയായിരിക്കുമല്ലേ. അപ്പൊ ഇത് ഞാൻ പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് പച്ചരിയും ഉഴുന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാ. അപ്പൊ ദേ പിള്ളേർക്ക് നമ്മൾ കഞ്ഞിയാണ് കൊടുക്കുന്നത്. കഞ്ഞിയും കുറച്ച് കട്ടത്തൈരും പിന്നെ കുറച്ച് കാടമുട്ടയും കൂടിയാണ് ട്ടോ കൊടുത്തത്. അപ്പൊ എന്റെ മക്കള് എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്റെ ഫ്രിഡ്ജിന്റെ അവസ്ഥ കണ്ടില്ലേ, ഏകദേശം ഇങ്ങനത്തെ ഒരു പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ തുറന്നിട്ടുമ്പോഴേക്കും എനിക്ക് വയറിൽ നിന്ന് വിളി വന്നു, വിശക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചപ്പാത്തിയും പരിപ്പ് കറിയും പിന്നെ കുറച്ച് ചായയും കൂടെ കുടിച്ചിട്ടാ. സൂചേട്ടൻ അതിന് ശേഷമാണ് കഴിച്ചത്. അപ്പൊ അതേ നമ്മൾ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതേ സൂചേട്ടൻ കടയിൽ പോയിട്ട് നമുക്ക് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലിക്വിഡ് ആണ്. ഇത് 199 രൂപക്ക് ഗെറ്റ് വൺ ഫ്രീ ആണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലും നല്ലോണം അഴുക്കൊക്കെ പോകും. പിന്നെ അതേ പാമ്പേഴ്സ് മേടിച്ചു, പിന്നെ പാല്, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തെ സാധനങ്ങള്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ടാവും കേട്ടോ. അതാണ് തുമ്പിമോക്ക് എപ്പോഴും കൊടുക്കാറുള്ള പച്ചക്കറി, അതാണ് അവർക്ക് ഇഷ്ടമുള്ളതും. ഇനി എനിക്ക് തോന്നുന്നു മത്തങ്ങയൊക്കെ കുറച്ച് മേടിക്കണം. ഇനി അവർക്ക് അതൊക്കെ കൊടുത്തു തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതേ വെളിച്ചെണ്ണ മേടിക്കാൻ എനിക്ക് ഈ കുപ്പി, ഇങ്ങനത്തെ കുപ്പിയിൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വണ്ണം കുറവുള്ള നീളമുള്ള കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. കുറച്ചു നേരത്തെ പിച്ചക്കാരുടെ അവസ്ഥയായിരുന്നു. ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നമ്മള് ചാള നമ്മുടെ ചാള അരപ്പ് പിഴിഞ്ഞിട്ടാണ് ട്ടോ വെക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാന് എന്താണ് ചേമ്പ് നന്നാക്കുന്നുണ്ട്. ചേമ്പ് കുറച്ചുണ്ട്. അപ്പൊ ചെമ്മീനും ചേമ്പും കൂടെ വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെമ്മീൻ സൂചിച്ചാണ് കിള്ളി തന്നെ. വളരെ കുഞ്ഞി ചെമ്മീനാണ്, തെള്ളി ചെമ്മീനാണ്. അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിലും സൂചിച്ചാണെങ്കിൽ ചെമ്മീൻ കിള്ളി തരാറ് മിക്കപ്പോഴും. അപ്പൊ ഇതേ നമ്മുടെ കറിയും മറ്റേതൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോ ഇന്ന് ഓൾമോസ്റ്റ് നേരത്തെയാണ് നമ്മളെല്ലാതും. കാരണം വലിയ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് വന്നതോടുകൂടി എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞ് മടി വന്നു കേട്ടോ. അപ്പൊ അതേ പപ്പടം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് പപ്പടവും ഒക്കെ വറുത്തതേ സുക്രൂന് ചോറ് കൊടുക്കാണ് കേട്ടോ. അപ്പോഴേക്കും ഇതേ തുമ്പിമോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പൊ ഇത് കണ്ടോടുകൂടി സുക്രൂന്റെ മുഖം പോയിട്ട്, സുക്രൂന്റെ മുട്ട 3 നേരം അല്ലെങ്കിൽ 5 നേരം കൊടുത്ത സുക്രൂന് അത്രയും ഹാപ്പിയാണ്. അപ്പൊ ഇതേ പപ്പടമൊക്കെ കൊടുത്ത് സുക്രൂന പാട്ടിലാക്കിയിട്ടൊക്കെ ഉണ്ട് ചോറ് കൊടുക്കുന്നത്. അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ, അബിയുടെ വീട്ടിൽ പോവാ, എലിസനെ കാണിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ തീറ്റിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ ഭക്ഷണം കഴിപ്പിക്കാൻ. തുമ്പിന് എനിക്ക് തോന്നുന്നു അത്രയും ബുദ്ധിമുട്ടില്ല. കൊറേ നുണകളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സുക്രൂനെ 2 പിടിയെങ്കിലും തീറ്റിക്കുന്നത്. എന്നെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല സുക്രൂനെ കൊണ്ട് തീറ്റിക്കാനായിട്ട്. അവൻ ഭയങ്കര കുറുമ്പനാണ് ഇപ്പൊ. അങ്ങനെ ദേ തുമ്പിമോള് എണീറ്റിട്ടുണ്ട്. തുമ്പിമോൾക്കുള്ള ഞാൻ ഇന്നൊരു മറ്റേ ആ പേളിമാണിയുടെ ഡാൽ കിച്ചടി എന്ന് പറഞ്ഞിട്ട് സംഭവമില്ല, അതാണ് ഉണ്ടാക്കുന്നത്. അത് 2-3 പ്രാവശ്യം കൊടുത്തപ്പോ തുമ്പിക്ക് ഇഷ്ടമായി. അത് നല്ല ഹെൽത്തിയുമാണല്ലോ. അപ്പൊ അതേ ഞാനത് തുമ്പിക്കും കൊടുക്കാണ്ട് കുറച്ച് ഞാനും തിന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പൊ അതേ അത് തുമ്പിക്ക് കൊടുത്ത. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനിത് കൊടുക്കുമ്പോൾ സുചേട്ടന് മുട്ട വറുത്തത് വേണമെന്ന് പറഞ്ഞിട്ടും അതേ മുട്ട വറുക്കുന്നുണ്ട് കേട്ടോ സുചേട്ടൻ. മുട്ട വറുക്കുക, മീൻ വറുക്കുക, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സുചേട്ടന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ അതിലൊന്നും ഞാൻ കൈ കിടത്താറില്ല. അങ്ങനെ നമ്മളിതേ ചോറൊക്കെ തിന്ന്, ചോറ് തിന്നതിന് ശേഷം എനിക്കും സുചേട്ടനും കുറച്ച് മധുരമൊക്കെ തിന്നണം എന്നൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ ഒരു പാൽഗോവ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തിന്നു. അപ്പൊ പ്രകൃതി വളരെ ശാന്താണ്. മഴയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. 2 ദിവസം നല്ല മഴ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ഏകദേശം ദേ നമ്മള് കുറച്ചു നേരം ഉറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ കുറച്ചു നേരം ദേ ഏറാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.